ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫർ ഫൺ വ്ലോഗ്. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും ഈദ് മുബാറക്. ഇന്ന് വലിയ പെരുന്നാളിൻ്റെ ഒരു ചെറിയ വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. പെരുന്നാളിൻ്റെ വീഡിയോ കുറച്ച് ലേറ്റ് ആയിട്ടാണ് കേട്ടോ ഞാൻ ഇടുന്നത്. അപ്പോൾ എല്ലാവരും ഇതിന് ക്ഷമിക്കുക. കാരണം നേരെ ഉണ്ടായിരുന്നില്ല, എല്ലാം മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് എഡിറ്റിങ്ങും ഒക്കെ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്നു. അവിടെ അതിനാലൊക്കെ ഉണ്ട്. ഇവിടെ ഒരു ആയി പഞ്ഞ അസ്സലാമലൈക്കും. മുല്ലപ്പൂ തേച്ചിട്ട് കോസ്റ്റ്യൂമിലാണ് അപ്പം പള്ളിക്ക് പോയിട്ടാണ് വന്നിട്ട് ഇരുപർക്ക് പറഞ്ഞാൽ ഞാനെൻ്റെ അമ്മാൻ്റെ വീട്ടിലപ്പം ഉള്ളത്. അപ്പം എല്ലാവരും ഉണ്ട് ഇവിടെ. അപ്പം എല്ലാവരും കാണിച്ചു തരാം. ഇതുപോലെ നിൽക്കുന്നു. നിയമോൾക്കും നിതമോൾക്കും ഏകദേശം ഒന്നാണ്. ചെറുമോൾക്കും അതിനായിരിക്കും ഒന്നാണ്. റഫാലും ചെറുതാക്കിയിട്ട് മരിക്കുന്നത്. അപ്പം എല്ലാവരും ഏകദേശം സെയിം ആയിട്ടുള്ള കോസ്റ്റ്യൂമിന്. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ കാണാം. ഇവിടെ ചായ കുടിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താണ്? പുട്ടും ബീഫുമാണ്. റഫാദ ചെയ്യാനായിട്ടുണ്ട് ചായക്ക്. ചായ കുടിക്കുന്നത് പുട്ടും ബീഫും ഉണ്ട്. ചെറുതോടെ ഞാൻ ചായ കുടിച്ചു. വീണ്ടും റഫാന് ഒന്ന് കഴിഞ്ഞിട്ട് വീണ്ടും നല്ല ഫോട്ടോസ്. എല്ലാവരും എന്താ പറയുക, എല്ലാവരും വീട്ടിലേക്കൊക്കെ ഒന്ന് പോയേക്കാൻ പോവാണ്, സന്ദർശിക്കാൻ പോവുകയാണ്. അപ്പം എല്ലായിടത്തേക്കും ഞങ്ങൾ പോയി വരുമ്പോഴത്തേക്കും ഇതാ അമ്മ ഇവിടെ നല്ല പാലട പായസമൊക്കെ ഉണ്ടാക്കി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഫേവറേറ്റാണ് പായസം, പാലട പായസം. എല്ലാം കുറുകിയിട്ടുള്ള ആ ഒരു റോസ് കളറിലുള്ള പാലട പായസമൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പം അമ്മ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ചോറ് കഴിക്കുകയാണ്. ഞങ്ങൾ ഈ ബിരിയാണിയാണ് ഇന്ന് ഫുഡ് കേട്ടോ. അപ്പോൾ ഇന്ന് ഇലയിൽ കഴിക്കാനുള്ള ഭയങ്കര ആഗ്രഹം. അങ്ങനെ ഞങ്ങൾ ഇലയിൽ ചെയ്ത് കഴിക്കുകയാണ്. നല്ല ഫ്രൈ ചെയ്ത ചിക്കനൊക്കെ പിന്നെ നല്ല അടിപൊളി പാലട പായസം, നല്ല മാങ്ങാച്ചാറ്, എല്ലാം അടിപൊളിയാണ്. എങ്ങനെയുണ്ട് ഫുഡ്? പെരുന്നാൾ എങ്ങനെ ഉണ്ടായിപ്പോ? ഞങ്ങളിന്നും പരിപാടിയൊക്കെ ഉണ്ടല്ലേ. എങ്ങനെയുണ്ട് പായസം? നോക്കിയോ? ടേസ്റ്റ് നോക്കിയോ? ഈ പൂവൊക്കെ വെച്ചിരിക്കണല്ലോ എല്ലാവരും. അതിനാനും പിന്നെ റഫാനും മുല്ലപ്പൂന്നും വേണ്ടല്ലോ. ഇച്ചൂട്ട് അവിടെ ചോറിന് ഉണ്ടാ? ഇച്ചൂട്ടന്നെ ഹായ് പറയ്. ഇങ്ങോട്ട് നോക്കിട്ട് പറയ്. ഇച്ചൂട്ടാ ഹായ് പറയ്. റഫാനൊക്കെ തട്ടാ ചോറ് തിന്നു. അങ്ങനെ ഇതാ കസാരക്കളിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അവൾ വേറെ എന്തൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ഒന്നും നടന്നില്ല. ഇതല്ലാതെ വേറെ ഒന്നും നടന്നിട്ടില്ല. അപ്പം എല്ലാവരും ഉണ്ട് കസാരക്കളിക്കൊക്കെ. പിന്നെ ഇതിലുള്ള കുറച്ച് രണ്ട് കുട്ടികളെ അയൽവാസിയാണ് കേട്ടോ. അവിടുത്തെ ഉമ്മയുടെ വീട്ടിലത്തെ അയൽവാസി കുട്ടികളാണ്. അപ്പം ഇതാ വീണ്ടും ഇത് ഔട്ടായിട്ടുണ്ട്. പിന്നെ ബാക്കി 4 ആളും കൂടിയിട്ട് കളിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ റൗണ്ട് ചുറ്റിച്ചെടുക്കും. പിന്നെ ലാസ്റ്റ് ഫൈനലൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും കാണാം. റഫാനും നീയുള്ള തല്ലൊക്കെ ഉണ്ട് ഇതിൽ. അപ്പോൾ എല്ലാവരും കാണാം. അപ്പോൾ ഈ സീനിലാണ് കേട്ടോ 2 ആളും കൂടിയിട്ടുള്ള തല്ലൊക്കെ ഉള്ളത്. അപ്പോൾ എല്ലാവരും കാണാം. കളിയാണ് പറഞ്ഞിട്ട് കാര്യമില്ല, ഒറ്റൊരാൾ സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല. ഇനി തോറ്റവര് തമ്മിൽ ഇനിയും നമ്മൾ ചുറ്റിക്കും. അങ്ങനെ അതിലാരും വിന്നർ. അങ്ങനെ സെക്കൻഡ് 3 റൗണ്ടാണ് ഒരു ഗെയിമിലുള്ളത്. അങ്ങനെ 3rd വരെ എത്തിക്കും. അപ്പം ഇനി നമുക്ക് ഗെയിം റൗണ്ട് കൂടി
അങ്ങനെ ഇതാ രണ്ടാമത്തെ സെക്കൻഡ് റൗണ്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കിലുള്ളതൊന്നും ആരും സീനാക്കരുത്, ഞങ്ങൾ അയൽവാസിയാണ് കേട്ടോ അത്. അപ്പം സെക്കൻഡ് റൗണ്ടും തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് കളി കാണാം. സെക്കൻഡ് ആയിട്ടുള്ളത് ഇനി തേർഡ് ആരാണ്? ഞാനും ഇവരെ അമ്മയിൽ ഇനി കളിപ്പിക്കും. അപ്പൊ ഞാൻ അതിലാരും ജയിച്ചത് ഓര്, പിന്നെ ഫൈനൽ എല്ലാരും കൂടിയിട്ട് അതിലാരാക്കാണ് ഫസ്റ്റ് അതിൽ ഓര് ജയിക്കും. അതാണ് നമ്മളെ വെട്ടം. ഇതില് ജയിച്ചത് നിതമോളാണ്. ഇനി ഇവരെ മൂന്നാളും കൂടിയിട്ട് ഗെയിം കളിക്കും. അതിലാർക്കാണോ ഇരിക്കുന്നത് അയാളാണ് ഫസ്റ്റ്. അത് കഴിഞ്ഞാൽ കാസാരിക്കളി. അപ്പൊ ഇതില് ഫസ്റ്റ് നിയമോൾക്കാണ്. നിയമോളായോ സമ്മാനം കൊടുക്കണം. അപ്പൊ സമ്മാനം വരുന്നുള്ളൂ. ഞങ്ങൾ കൊടുക്കാൻ പോകുന്നത് പെരുന്നാൾ, രണ്ടാം പെരുന്നാൾ അടിച്ചു കൊടുത്തു. അപ്പൊ അത് കഴിഞ്ഞു. നമ്മളെ പൊന്തിച്ചോടി, ചാടി കളിച്ചോടി. ഹേ ഫോണായിട്ട് പിടിച്ച് അദ്ദേഹത്തിന്. അപ്പോൾ അതാ അത്ര ഉള്ളൂ കേട്ടോ പെരുന്നാൾ വിശേഷം. ചെറിയൊരു വിശേഷമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമ്മൾ നല്ല ഇവിടെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ ബൈ ബൈ.